ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാനിന്ന് പറയാൻ പോകുന്നത് എൻ്റെ ഒരു ജീവിതത്തിൽ സംഭവിച്ച ഒരു സാക്ഷ്യമാണ്. ഞങ്ങൾക്ക് ഒരു പരിചയമുള്ള ഒരു ഫാമിലി ഉണ്ട്. അതിൽ ആ ചേച്ചീൻ്റെ മകൻ, ആ ചേച്ചി പ്രാർത്ഥനയ്ക്ക് പോകുന്ന ചേച്ചിയാണ്. മകൻ പ്രാർത്ഥിക്കില്ല. അവനിങ്ങനെ കുട്ടികളുടെ കൂടെ ഇങ്ങനെ കറങ്ങി നടക്കും, അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് പരിചയമുള്ള ഫാമിലിയാണ് ആ ചേച്ചിയായിട്ട്. അപ്പോൾ ആ ചെക്കൻ എൻ്റെ മകളുടെ അടുത്ത് സംസാരിക്കും, മകൻ്റെ അടുത്ത് സംസാരിക്കും, ഞങ്ങളുടെ അടുത്ത് സംസാരിക്കും, ഇങ്ങനെയൊക്കെ ഇരുന്നു. അപ്പോൾ ദൈവത്തിനെ കുറിച്ച് എൻ്റെ മക്കൾ അവനക്ക് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവനെ ഈ പറഞ്ഞാലേ കേൾക്കില്ല. ഓ ദൈവമില്ല, ആരുമില്ല, നിങ്ങളൊക്കെ വെറുതെ പറയുകയാണ് എന്നൊക്കെ പറയുക ചെക്കൻ. അപ്പോൾ എൻ്റെ മകള് പറഞ്ഞു, നീ ദൈവത്തെ തള്ളിപ്പറയുകയാണെങ്കിൽ ഞങ്ങളുടെ അടുത്ത് കൂട്ടുകൂടണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അല്ല ഞാൻ അങ്ങനെ ഇനി പറയില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ചെക്കൻ നീ ബൈബിൾ വായിക്കണം, പ്രാർത്ഥിക്കണം, എന്നാൽ മാത്രമേ ഞങ്ങളുടെ അടുത്ത് കൂട്ടുകൂടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ ചേർത്തില്ല പറഞ്ഞു എൻ്റെ മകനും മകളും. അപ്പോൾ അവനെന്ത് ചെയ്ത്, ശരി ഞാൻ ബൈബിൾ വായിക്കുക, പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ച് ബൈബിൾ വായിച്ച് ഇവൻ ഒരു നല്ല കുട്ടിയായിട്ട് വന്നു. പിന്നെ ഇവൻ വചനം പഠിക്കാൻ തുടങ്ങി, ദൈവം അവൻ്റെ അടുത്ത് ഇടപെടാൻ തുടങ്ങി, അവൻ മറ്റുള്ളവരുടെ അടുത്ത് സുവിശേഷം പറയാൻ തുടങ്ങി. പിന്നെ ചീത്ത കൂട്ടുകെട്ടുന്നൊക്കെ അവൻ വേർവിട്ട് നല്ല കുട്ടിയായി അവൻ ജീവിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു. അന്ന് എൻ്റെ മൂത്ത മകള് എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അവളെ കല്യാണം കഴിച്ചു കൊടുത്തതാണ്. അപ്പോൾ അങ്ങനെ അവളെ കാണാൻ വേണ്ടി കുറേ പഴങ്ങളൊക്കെ വാങ്ങി അവളെ കാണാൻ വേണ്ടി അവൻ വന്ന് കണ്ടു പോയി. അപ്പോൾ എൻ്റെ വീട്ടിൻ്റെ ചുറ്റും ആന വരും ആൻറ്റി, പുലി വരും ആൻറ്റി പറഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മകനെ ആനയും പുലിയും വരുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ പോണ്ട, രാത്രി നിൻ്റെ ചേച്ചി ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, ചേച്ചീൻ്റെ വീട്ടിൽ ഉറങ്ങിയിട്ട് നീ രാവിലെ പോയാൽ മതി എന്ന് പറഞ്ഞതിന്. അപ്പോൾ അവൻ മുണ്ടാണ്ട് പോയി, ഒന്നും പറഞ്ഞില്ല. അതൊക്കെ ഞങ്ങൾ പോവും പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞവൻ പോയി. പിന്നെ പിറ്റേ ദിവസം അവനും അവൻ്റെ അമ്മയും അവൻ്റെ ചേച്ചീൻ്റെ 2 പിള്ളേരിനെയും കൊണ്ട് ഞാൻ വീട്ടിലേക്ക് വന്നു. അവൻ്റെ പറമ്പിൽ നിന്ന് കുറേ ചക്കപ്പഴമൊക്കെ ഇട്ട് എൻ്റെ മകൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എൻ്റെ വീട്ടിലേക്ക് വന്നു. ഒരു 2:30 മണിയാകുമ്പോൾ വന്ന് എൻ്റെ വീട്ടിൽ വന്നിരുന്ന് ഒരു 5:45 6 മണിയാകുമ്പോൾ അവർ മടങ്ങിപ്പോയി. അപ്പോൾ ഇതേപോലെ ആന വരും, പുലി വരും എന്നൊക്കെ വീണ്ടും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ഇരുന്നപ്പോൾ അവർ വീട്ടിൽ വന്ന് സംസാരിച്ച് കാറും കൊണ്ട് വന്നു. വീട്ടിൽ സംസാരിച്ച് അവർ കാറിൽ കയറാൻ പോകുമ്പോൾ ആ ചേച്ചി എൻ്റെ മക്കളുടെ അടുത്ത് സംസാരിച്ചിട്ടിരുന്നു, ഇവൻ എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടാ, മോനെ നീ രാത്രി നേരമാണ്, നീയില്ലേ വീട്ടിലേക്ക് നിങ്ങൾ പോണ്ട, ഇന്ന് ആന വരും പുലി വരും എന്നൊക്കെയും പറയുന്നുണ്ടല്ലോ, നീ ചേച്ചീൻ്റെ വീട്ടിൽ നീ നിൻ്റെ അമ്മയും ഉറങ്ങ്, രാവിലെ പോയാൽ മതി. ആനയും പുലിയും വന്നാൽ നീ ചെറുപ്പക്കാരൻ, നീ ഓടും, നിൻ്റെ അമ്മയ്ക്ക് ഓടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടില്ലേ നീ രാത്രി നീയും നിൻ്റെ അമ്മയും ചേച്ചീൻ്റെ വീട്ടിൽ ഉറങ്ങിയിട്ട് രാവിലെ പോകുമെന്ന് ഞാൻ പറഞ്ഞു. ഇവൻ പറഞ്ഞു, അതൊക്കെ ദൈവത്തിനറിയാം, എപ്പോൾ മരിക്കണോ ജീവിക്കുന്നൊക്കെ ദൈവത്തിനെ അറിയാമെങ്കിൽ, അതൊന്നും അങ്ങനെയൊന്നും ഇല്ല എന്നിട്ട് അവൻ അങ്ങനെ പോയി. അപ്പോൾ എനിക്കൊരു സങ്കടം തോന്നി. അപ്പോൾ ഞാനിങ്ങനെ വീട്ടിലേക്ക് വന്നു. എന്നെ കേൾക്കണ ദൈവമക്കളെ, ആ ചെക്കൻ ഇവിടെ നിന്ന് 5:45 6 മണീൻ്റെ ഉള്ളിൽ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഒരു 7:10 ആകുമ്പോൾ അവൻ്റെ വീട്ടിൽ അമ്മയും അവനും അവൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവൻ്റെ ചേച്ചീൻ്റെ വീട്ടിൽ പോയിട്ട് 2 കുട്ടികളെ അവിടെ ആക്കിയിട്ട് അവൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവൻ്റെ അമ്മയും അവനും. ഇടയിൽ ആന വന്ന് തടഞ്ഞ് അവൻ്റെ അമ്മേനെ പിടിച്ച് തുമ്പിക്കൈയും കൊണ്ട് ചുരുട്ടി വലിച്ചെറിഞ്ഞു. എന്നിട്ട് അമ്മേനെ രക്ഷിക്കാൻ അവൻ ഓടി വന്നു ദൈവമക്കളെ. എന്നിട്ട് ആന അവനെ കുത്തി വീഴ്ത്തി അവനെ ചവിട്ടി. അങ്ങനെ ആ ചെക്കൻ മരണപ്പെട്ടു. പിറ്റേ ദിവസം ഇത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് വേദനയും സങ്കടവും വന്നു. 4 ദിവസം ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ ഭക്ഷണം കഴിച്ചിട്ടില്ല. എൻ്റെ ദൈവമേ, അവസാനമായിട്ട് അവൻ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് കടന്നുപോയല്ലോ, ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന് പറഞ്ഞ് ഒരുപാട് വേദനിച്ചു. ആ ചേച്ചി ചെവി പൊട്ടി, ആ ചേച്ചിക്ക് കയ്യിൽ സോളറിലൊക്കെ എല്ല് പൊട്ടൽ, ഒരുപാട് ആ ചേച്ചി വേദനിച്ചു. ആസ്പത്രി കിടന്നു. ഇപ്പോൾ ആ ചേച്ചിക്ക് കുഴപ്പമില്ല, കുറച്ച് ജീവിതത്തിലേക്ക് അവർ മടങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ചെക്കൻ്റെ ജീവൻ പോയി ദൈവമക്കളെ. അത് വന്നിട്ട് നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ തള്ളിക്കളയരുത്, ശ്രദ്ധിക്കണം.
എന്തിനാണ് അങ്ങനെ അവർ പറയുന്നുള്ളത്? ഒരു വട്ടമല്ല 2 വട്ടം അവർ പറയുമ്പോൾ ശ്രദ്ധിക്കണം ദൈവമക്കളെ. ശ്രദ്ധിക്കാണ്ട് അവൻ്റെ വാക്കിനെ നമ്മൾ തള്ളിക്കളയരുത്, നിസാരമായിട്ട് തള്ളിക്കളയരുത്. ദൈവം ചിലപ്പോൾ അവനോട് സംസാരിക്കും. എന്നോട് ദൈവം തോന്നിച്ചായിരിക്കും എന്നെ കൊണ്ട് പറയിക്കാൻ. അങ്ങനെ അവർ പറഞ്ഞപ്പോൾ ആ ചെക്കൻ എൻ്റെ വാക്കിനെ തള്ളിക്കളഞ്ഞിട്ട് പോയി. 6 മണിക്ക് ഇവിടുന്ന് പോയി. 7:10 7:15 ആകുമ്പോൾ ആ കാട്ടിൽ വെച്ച് അവൻ്റെ വീട്ടിൻ്റെ അവിടെ അവൻ്റെ ജീവൻ പോയി. വളരെ സങ്കടമാണ്. ആ ചെക്കൻ അവനക്ക് ആകെ 23 വയസ്സേ ഉള്ളൂ. എൻ്റെ മകൻ്റെ പ്രായമുള്ള ചെക്കൻ ചെറു പ്രായത്തിൽ നഷ്ടപ്പെട്ടു. എൻ്റെ അമ്മയ്ക്ക് ഒരേ ഏക മകനായിരുന്നു. അമ്മ ഒരുപാട് വേദനിച്ചിട്ടിരിക്കുകയാണ്. ആ അമ്മേനോർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ദൈവമക്കളെ, ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ആ വാക്കിന് ശ്രദ്ധ കൊടുത്ത് ചെവി കൊടുത്ത് കേൾക്കീൻ. അവർ നല്ലതിന് പറയണ കെട്ടതിന് പറയണ കേൾക്കാണ്ട് ദൈവമക്കളെ ആരും തള്ളിക്കളയണ്ട. ഈ വേദത്തെ വിശ്വസിക്കേൻ, കർത്താവിൻ്റെ വേദം പഠിപ്പേൻ. ദൈവം നമ്മളെല്ലാവരും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെന്ന് പ്രാർത്ഥിക്കുകയാണ്. ആമേൻ.